ചേലക്കര റോയൽ ബസാറിൽ ഓണം നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചേലക്കര റോയൽ ബസാർ ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓണം ഓഫർ പർച്ചേസ് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം പ്രൌഢമായ ചടങ്ങിൽ നടന്നു. 1,00,000 രൂപ വിലമതിക്കുന്ന ഗൃഹോപകരണങ്ങളാണ് ബമ്പർ സമ്മാനമായി വിജയിക്ക് കൈമാറിയത്. 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചേലക്കരയിൽ തന്നെ ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു സമ്മാനവുമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ യോഗം കൂടിയിട്ടുള്ളത്. നമ്മൾ റോയൽ അപ്ലയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സ്ഥാപകനായ കൊച്ചാവുക്കാനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറിയൊരു ബാബു ബേക്കറി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു. ചെറിയ ബേക്കറിയാണ്. ആ ബേക്കറിയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്ന് ഈ കാണുന്ന റോയൽ ഹോം അപ്ലയൻസ്, അതുപോലെ തന്നെ റോയൽ ബേക്കറിയും റോയൽ കഫേയും ഒക്കെ സ്ഥാപിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും വിനയത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞത്. ഇന്നിപ്പോൾ റോയൽ ഹോം അപ്ലയൻസ് എന്ന് പറയുന്നത് ചേലക്കരയിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു സാധനം വാങ്ങുക വെച്ചാൽ നമ്മൾ ചോദിക്കുകയാണ് എവിടുന്നാണ് വാങ്ങേണ്ടത് ചോദിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പറയും. കുടുംബത്തിൻ്റെ കട എന്ന് പറഞ്ഞാൽ റോയൽ ഹോം അപ്ലയൻസ് ആണ്. അപ്പോൾ അതെന്താണ് കാരണം ചോദിച്ചാൽ അവിടെ വില കുറവുണ്ട്, ഗുണമേന്മയുള്ള സാധനങ്ങൾ അവിടെ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഈ വ്യാപാര സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല. ഇന്നിപ്പോൾ ആ വ്യാപാര സ്ഥാപനം കൊണ്ടു നടക്കുന്നത് അവരുടെ മക്കളാണ്, അതായത് പുതിയ തലമുറ. അപ്പോൾ അവരിന്ന് വ്യാപാര രംഗത്ത് ഒരുപാട് മാറ്റങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളൊക്കെ നിലവിലാണ് വ്യാപാര രംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് ഈ നറുക്കെടുപ്പ് പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ എന്ന വ്യക്തിയാണ് ആകർഷകമായ ഈ ബമ്പർ സമ്മാനം സ്വന്തമാക്കിയത്. ഇതോടൊപ്പം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗിരീഷ്, രാധാകൃഷ്ണൻ, ശോഭ, മുഹമ്മദ്, അജയ് കുമാർ, അശോകൻ, ആൻഡോസ് എന്നിവർക്കും വിവിധ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എല്ലാവരും കൈയടിച്ചു കൊടുത്തത് ഒട്ടനേകം ഭാഗ്യശാലികളിൽ നിന്നും തെരഞ്ഞെടുത്ത നല്ലൊരു ഭാഗ്യശാലിയാണ്. കൈയടിച്ചു കൊടുത്തത്. താങ്ക് യു, താങ്ക് യു. Thank you, thank you, thank you. Thank you, thank you. Thank you, thank you. നറുക്കെടുപ്പ് അതിപ്പോഴാണ് നറുക്കെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നുമില്ലായ്മ നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ലായ്മ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കുറച്ച് ഭാഗം അത് മറ്റുള്ളവർക്കും മറ്റുള്ളവർ പകർത്തു കൊടുക്കുക എന്നുള്ള ഒരു നല്ലൊരു മനസ്സാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, പോമെന്ന ജേഷ, ഇത് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. അത് അല്ലാതിനേക്കും പറയുന്ന ആൾക്കൂടി വന്നതാണ്. അതുപോലെ ഇപ്പം ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഇവിടെ റോയൽ ബേക്കറി എന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ ഇത് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രേഡ് മാർക്കായി മാറിക്കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെ എവിടേക്കാണ് പോകുന്നത്, അതായത് അതുകൊണ്ട് കൊച്ചാപ്പൊക്കെ വന്നിട്ട് പുറത്ത് തട്ടി പറയും ഇതിന് ആ കുടുംബമാണല്ലേ നമുക്ക് തന്നെ കുറച്ച് ലെസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നവരുടെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ, സന്തോഷം, അത് തന്നെ വലിയൊരു ഐശ്വര്യമാണ് അല്ലേ കൊച്ചാപ്പൊക്ക? അത് വലിയ സന്തോഷം. പിന്നെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത്, പഴയ കാലം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എങ്ങോട്ട് പോകുമെങ്കിലും വേണമെങ്കിൽ പിള്ളേരുടെ കൂടെ പോവാം. അതുകൂടാണ്ട് ഞങ്ങളുടെ കൂടെയാണ് അദ്ദേഹം കൂടുതൽ വരിക എന്തെങ്കിലും ഫംഗ്ഷൻസ് പോകുമ്പോൾ. കാരണം ഞങ്ങളുടെ ഒപ്പം കൈയടിച്ച് പാട്ട് പാടി പോകുന്ന കാര്യം അത് പഴയ കാലത്ത് എനിക്ക് മറക്കാൻ പറ്റില്ലാത്ത കൊച്ചാപ്പൊക്ക പറയും. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അബു, വൈസ് പ്രസിഡന്റ് ഗീവർ, ട്രഷറർ ഹംസുന്നി, കൺവീനർ സൈനുദ്ദീൻ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. നിരവധി ഉപഭോക്താക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് സമ്മാനദാന ചടങ്ങ് പൂർത്തിയായത്. റോയൽ ഗ്രൂപ്പ് ചെയർമാൻ കൊച്ചുബാബു, MD-മാരായ ഷാഹിദ്, ഷിഹാദ്, നൈസ ഫാത്തിമ എന്നിവർ സന്നിഹിതരായിരുന്നു. അതിലൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ ഗിഫ്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് അടുത്ത സീസൺ വരുമ്പോൾ നമ്മുടെ വിഷുവാണ്. വിഷുവിന് ഇതുപോലെ നമ്മൾ കൂപ്പൺസും അതുപോലെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ സീസണാണ് വരുന്നത്. നമ്മൾ എല്ലാ കൊല്ലം സ്കൂൾ സീസണിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 സൈക്കിളും അതുപോലെ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കുറേ നിരവധി സമ്മാനങ്ങൾ നമ്മൾ
നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അതിനേക്കാളും ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കൂളീസിനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്കൂളീസ് കഴിഞ്ഞാൽ വീണ്ടും ഓണം വരികയാണ്. ഓണത്തിന് ഇതുപോലെ ഡാറ്റയുടെ കൂപ്പൺസും കാര്യങ്ങളും കൂടാതെ നമ്മുടെ വ്യാപാര പൈസയുടെ കൂപ്പൺസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നടന്നതിനെക്കാളും കൂടുതൽ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അത് തന്നെ ക്രിസ്മസിന് ഇതുപോലെ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാ കസ്റ്റമേഴ്സും വന്ന് നമ്മൾ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. CCV ന്യൂസ് ചേലക്കര.